ഈ വാർത്താ ദിനത്തിൽ ഇതുവരെ സംഭവിച്ച വാർത്തകൾ സമഗ്രമായി പ്രേക്ഷകരെ അറിയിക്കാൻ വാർത്താ സന്ധ്യയുമായി ഞാൻ അനുജ. വിശദമായ വാർത്തകളിലേക്ക്. കണ്ണൂർ പയ്യന്നൂരിനടുത്ത് ഏറ്റുകുടുക്കയിൽ ബൂത്ത് ലെവൽ ഓഫീസറെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. SIR ജോലി സമ്മർദ്ദത്തെ തുടർന്നാണ് പയ്യന്നൂർ മണ്ഡലം 18-ാം ബൂത്ത് BLO അനീഷ് ജോർജിന്റെ മരണം എന്ന് കുടുംബം ആരോപിച്ചു. സംഭവത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കണ്ണൂർ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടി. ഇന്ന് രാവിലെ കുടുംബാംഗങ്ങളെ പള്ളിയിൽ കൊണ്ടാക്കി മടങ്ങിയെത്തിയ അനീഷ് ജോർജിനെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലാണ് പിന്നീട് കണ്ടെത്തിയത്. കുന്നരു AUP സ്കൂളിലെ പ്യൂണായ അനീഷ് ആദ്യമായാണ് ബൂത്ത് ലെവൽ ഓഫീസറാകുന്നത്. SIR ഫോമുകൾ വിതരണം ചെയ്യുന്നതും തിരിച്ചു വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ചു ദിവസങ്ങളായി അനീഷ് മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് കുടുംബം പറഞ്ഞു. ഇന്നലെ രാത്രി 1 മണിക്കും വിഷമം പറഞ്ഞു. കുറേ ദിവസങ്ങളായി ഭയങ്കര ടെൻഷനായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ നടക്കുമ്പോൾ അത് ഇത്രത്തോളം എത്തുമെന്ന് ഞങ്ങളാരും പ്രതീക്ഷിച്ചില്ല. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കളക്ടറോട് റിപ്പോർട്ട് തേടി. പയ്യന്നൂർ SPയും പെരിങ്ങോം CIയും അനീഷിന്റെ വീട്ടിലെത്തി. അനീഷ് മികച്ച രീതിയിൽ SIR ജോലികൾ ചെയ്തിരുന്നുവെന്നും വേഗം ജോലി തീർക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും കണ്ണൂർ ജില്ലാ കളക്ടർ പറഞ്ഞു. നമ്മുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ഡയറക്ഷൻസും ടാർഗറ്റൊന്നും ഈ BLOക്ക് കൊടുത്തിട്ടില്ല. അതുമാത്രമല്ല, പയ്യന്നൂർ കോൺസ്റ്റിറ്റ്യുവൻസി പൊതുവെ നല്ല രീതിയിൽ ചെയ്യുന്ന ഈ ഉദ്യോഗസ്ഥൻ നല്ല രീതിയിൽ തന്നെ ചെയ്തുകൊണ്ടിരുന്ന ഉദ്യോഗസ്ഥനാണ്. അനീഷിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലെത്തിച്ചു. നാളെയാണ് സംസ്കാരം. 24 കണ്ണൂർ. BLO അനീഷ് ജോർജിന്റെ മരണത്തിൽ CPIMനെതിരെ ആരോപണവുമായി കോൺഗ്രസ്. CPIM ഭീഷണിയെ തുടർന്ന് മനം നൊന്താണ് ആത്മഹത്യ എന്നാണ് ആരോപണം. അനീഷ് ജോർജിന് കടുത്ത ജോലി സമ്മർദ്ദമുണ്ടായിരുന്നുവെന്ന് CPIM നേതാക്കൾ പറഞ്ഞു. നാളെ BLOമാർ ജോലി ബഹിഷ്കരിച്ച് പ്രതിഷേധിക്കും. കോൺഗ്രസ് കണ്ണൂർ ജില്ലാ നേതാക്കളാണ് അനീഷ് ജോർജിന്റെ മരണത്തിൽ CPIMനെതിരെ ആരോപണമുന്നയിച്ചത്. SIR നടപടികൾക്കായി കോൺഗ്രസിന്റെ ബൂത്ത് ലെവൽ ഏജന്റ് ഒപ്പം വരുന്നതിൽ അനീഷിനെ CPIM ഭീഷണിപ്പെടുത്തിയെന്ന നേതാക്കൾ. അദ്ദേഹം നേരിട്ടത് വലിയ തരത്തിലുള്ള ഭീഷണിയാണ്. BLA എന്ന നിലയിൽ BLOവിന്റെ കൂടെ ഇനി വൈശാഖ് വരരുത് എന്ന് BLO ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യണമെന്നാണ്. ലഘുലേഖ വിതരണം ചെയ്യാനാണ് വൈശാഖ് കൂടെ പോകുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മരണത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ CPIM രംഗത്തെത്തി. അനീഷ് കടുത്ത ജോലി സമ്മർദ്ദത്തിലായിരുന്നു. നിരവധി BLOമാരുടെ മേൽ കടുത്ത സമ്മർദ്ദമുണ്ട്. അത് മേലുദ്യോഗസ്ഥന്മാർ തനതായി തീരുമാനിച്ചതല്ല. 2 ജോലി ഒരാൾ ചെയ്യേണ്ടി വരും. ഇനിയും അനീഷ് ജോർജുമാരെ കൊലയ്ക്ക് കൊടുക്കരുതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് മരണത്തിന് ഉത്തരവാദിയെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. മരണത്തിൽ പ്രതിഷേധിച്ച് തിങ്കളാഴ്ച സംസ്ഥാന വ്യാപക മാർച്ച് സംഘടിപ്പിക്കുമെന്ന് NGO അസോസിയേഷൻ അറിയിച്ചു. 24 കണ്ണൂർ. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ RSS നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കി തിരുവനന്തപുരത്ത് BJP സ്ഥാനാർത്ഥിയായി തീരുമാനിച്ച യുവതിയുടെ ആത്മഹത്യാശ്രമം. നെടുമങ്ങാട് നഗരസഭ പനക്കോട്ടല വാർഡിൽ മത്സരിക്കാൻ ധാരണയുണ്ടായിരുന്നുവെങ്കിലും RSS പ്രാദേശിക നേതൃത്വം ഇടപെട്ട് ഒഴിവാക്കി എന്നാണ് ശാലിനി സനിലിന്റെ ആരോപണം. എന്നാൽ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടില്ല എന്നാണ് BJP നേതൃത്വത്തിന്റെ വിശദീകരണം. മഹിളാ മോർച്ച നോർത്ത് ജില്ലാ സെക്രട്ടറിയും BJPയുടെ സജീവ പ്രവർത്തകയുമാണ് ശാലിനി സനിൽ. മുൻപ് 2 തവണ BJPക്ക് വേണ്ടി മത്സരിച്ചിട്ടുമുണ്ട്. നെടുമങ്ങാട് പനക്കോട്ടല വാർഡിൽ മത്സരിക്കാമെന്ന ധാരണയുടെ പുറത്ത് പ്രവർത്തനങ്ങളും ആരംഭിച്ചിരുന്നു. BJP അന്തിമ സ്ഥാനാർത്ഥി പട്ടികയായില്ലെങ്കിലും RSS പ്രാദേശിക നേതൃത്വം ശാലിനിയെ തഴഞ്ഞ് മറ്റൊരാളെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതോടെയാണ് ശാലിനി മാനസിക വിഷമത്തിലായത്. ഇന്നലെ അർദ്ധരാത്രിയിൽ വീട്ടിൽ വെച്ച് കൈഞ്ഞരമ്പ് മുറിക്കുകയായിരുന്നു. ബന്ധുക്കൾ കണ്ടതിനാൽ ഉടൻ തന്നെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. നിലവിൽ അപകടനില തരണം ചെയ്ത് ശാലിനി ആശുപത്രി വിട്ടു. RSS പ്രാദേശിക നേതൃത്വത്തിന് താൽപര്യമുള്ള ആളെ സ്ഥാനാർത്ഥിയാക്കാൻ തനിക്കെതിരെ അപവാദ പ്രചരണങ്ങൾ നടത്തിയെന്നും വ്യക്തിഹത്യ താങ്ങാൻ കഴിഞ്ഞില്ലെന്നും ശാലിനി. സംഘടന പറഞ്ഞതിന്റെ പേരിൽ വേറെ 2 വാർഡുകളിലായിട്ട് മത്സരിച്ച ആളാണ്. പക്ഷെ ഇപ്പോൾ പാർട്ടി തന്നെ തീരുമാനിച്ച് എനിക്ക് എൻ്റെ സ്വന്തം സ്ഥലം തന്നതാണ്. അപ്പൊ അവിടെ ഒരു രീതിയിൽ ഞാൻ ജയിച്ചു വരരുത് എന്നുള്ള രീതിയിൽ അവര് വ്യക്തിവൈരാഗ്യം തീർത്തതാണ്. പ്രചരണം നടത്താൻ പറ്റാത്ത രീതിയിൽ അവര് ഈ പറഞ്ഞ വ്യക്തികൾ വാർഡിൽ പല ഭാഗത്തും എന്നെപ്പറ്റി വളരെ മോശമായിട്ടുള്ള രീതിയിൽ പല കാര്യങ്ങളും പ്രചരിപ്പിക്കുന്നുണ്ട്. ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനമായില്ലെങ്കിലും ഇന്ന് രാവിലെ മുതൽ വാർഡിൽ മറ്റൊരാൾ പ്രചാരണ പരിപാടികളുമായി സജീവമായിട്ടുണ്ട്. നെടുമങ്ങാട് നഗരസഭയിലെ 42 വാർഡുകളിൽ 7 BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. പനക്കോട്ടല വാർഡിൽ 3 പേരുകൾ ഉയർന്നു വന്നിട്ടുണ്ടെന്നും ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ വിശദമായ കൂടിയാലോചനകൾക്ക് ശേഷം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നും BJP നേതൃത്വം വിശദീകരിക്കുന്നു. 24 തിരുവനന്തപുരം.
തിരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതിൽ മനം നൊന്ത് തിരുവനന്തപുരത്ത് ജീവനൊടുക്കിയ RSS പ്രവർത്തകൻ ആനന്ദ് കെ തമ്പിയുടെ ശബ്ദ സംഭാഷണം പുറത്ത്. RSS BJP നേതൃത്വത്തെ കുറ്റപ്പെടുത്തുന്നതാണ് സുഹൃത്തുമായുള്ള സംഭാഷണം. മനസ്സും ശരീരവും പണവും എല്ലാം സംഘടനയ്ക്ക് നൽകിയിട്ടും തന്നെ ഒഴിവാക്കിയെന്ന് സുഹൃത്തിനോട് ആനന്ദ് പറയുന്നു. ആനന്ദ് കെ തമ്പിയുടെ മൃതദേഹം പൊതുദർശനത്തിന് ശേഷം സംസ്കരിച്ചു. എന്റെ പണം, ശരീരം, എന്റെ മനസ്സ് ഇതെല്ലാം ഞാൻ സംഘടനയ്ക്ക് കൊടുത്തില്ലേ? എന്റെ സമയം എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നെ തിരിച്ചിന്റെ അടുത്ത് ഈ പരിപാടി കാണിക്കുമ്പോഴേ ചുമ്മാ അത് 4 മടക്കി പോക്കറ്റ് വെച്ചിട്ട് വീട്ടിൽ പോയിരിക്കുക എന്നെ കൊണ്ട് പറ്റൂല. ആനന്ദ് കെ തമ്പി സുഹൃത്തുമായി നടത്തിയ സംഭാഷണമാണിത്. RSS BJP നേതൃത്വത്തെ സംഭാഷണത്തിൽ ആനന്ദ കുറ്റപ്പെടുത്തുന്നു. BJPയുമായി ഇടഞ്ഞ ആനന്ദ CPIMൽ ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നുവെന്നും പിന്നീട് തീരുമാനം മാറ്റിയെന്നുമാണ് തൃക്കണ്ണാപുരത്തെ ഇടതു സ്ഥാനാർത്ഥി അജിന്റെ വെളിപ്പെടുത്തൽ. BJP RSS നേതൃത്വമായി ആനന്ദ് തെറ്റിപ്പിരിക്കുകയും ഞങ്ങളുടെ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയെയും അവിടുത്തെ പാർട്ടി സഹാക്കളെയും സമീപിച്ചുകൊണ്ട് ഈ പാർട്ടിയിൽ നിന്ന് പ്രവർത്തിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. മന്ത്രി V ശിവൻകുട്ടി ആനന്ദ് കെ തമ്പിയുടെ വീട് സന്ദർശിച്ചു. ഉച്ചയോടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ആനന്ദിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു. പൊതുദർശനത്തിന് ശേഷം പുത്തൻകോട്ട ശ്മശാനത്തിൽ സംസ്കരിച്ചു. 24 തിരുവനന്തപുരം. മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ തിരുവനന്തപുരത്തുണ്ടായ ആത്മഹത്യയിലും ആത്മഹത്യാശ്രമത്തിലും പ്രതിരോധത്തിലായി BJP RSS നേതൃത്വങ്ങൾ. സംഭവം രാഷ്ട്രീയ വിഷയമാക്കുകയാണ് CPIMും കോൺഗ്രസും. ജീവനൊടുക്കിയ ആനന്ദ് കെ തമ്പിക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് B ഗോപാലകൃഷ്ണൻ രംഗത്തെത്തി. പുതിയ അധ്യക്ഷൻ വന്നതിന് ശേഷം BJPയിൽ നടക്കുന്നത് അസാധാരണ സംഭവങ്ങളെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നടക്കാത്ത സംഭവങ്ങളാണ് രാജീവ് ചന്ദ്രശേഖർ വന്ന ശേഷം ഇപ്പോൾ BJPയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെതിരെ മന്ത്രി V ശിവൻകുട്ടി. RSSലും BJPയിലും പ്രവർത്തിച്ചു കൊണ്ടിരുന്നവരെ മാറ്റി വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന മാഫിയ സംഘങ്ങളെയാണ് സ്ഥാനാർത്ഥികളായി മഹാഭൂരിപക്ഷം നിശ്ചയിച്ചിരിക്കുന്നത്. അതിന്റെ പൊട്ടിത്തെറിയാണ് ഉണ്ടായിരിക്കുന്നത്. ആനന്ദ് കഴിഞ്ഞ ദിവസം ശിവസേനയിൽ അംഗത്വമെടുത്തെന്നും ആത്മഹത്യയിൽ രാഷ്ട്രീയം കലർത്തരുതെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. പുള്ളി ഉദ്ധവ് താക്കറേന്റെ ശിവസേനയുടെ ഒരു ഭാഗമായി എന്നാണ് ഞങ്ങൾ കിട്ടിയ ഇൻഫർമേഷൻ. തൃക്കണ്ണാപുരത്ത് ആത്മഹത്യ ചെയ്ത ആനന്ദ് കെ തമ്പി BJP RSS പ്രവർത്തകനല്ലെന്ന് തെളിയിക്കാനുള്ള നീക്കം പൊളിഞ്ഞതോടെ അധിക്ഷേപവുമായി BJP സംസ്ഥാന ഉപാധ്യക്ഷൻ തന്നെ രംഗത്തെത്തി. ഇതൊക്കെ വ്യക്തിപരമായിട്ടുള്ള ചില മാനസിക വിഭ്രാന്തിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുന്നതാണ്. അത് അന്വേഷിക്കണം, അത്രയേ ഉള്ളൂ. ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘടനയല്ല BJP എന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി കുറ്റപ്പെടുത്തി. 24 തിരുവനന്തപുരം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ച് ശബരിമല നട തുറന്നു. കണ്ഠര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിയാണ് നട തുറന്നത്. അല്പസമയത്തിനകം പുതിയ ശബരിമല മേൽശാന്തിയായി ED പ്രസാദും മാളികപ്പുറം മേൽശാന്തിയായി MG മനുവും സ്ഥാനമേൽക്കും. MG പ്രതീഷ് സന്നിധാനത്ത് തത്സമയം വിശദാംശങ്ങളുമായി വാർത്താസന്ധ്യയിൽ. പ്രതീഷ്, അങ്ങനെ മറ്റൊരു മണ്ഡല കാലത്തിന് കൂടി തുടക്കമാവുകയാണ്. വിവാദങ്ങൾക്കിടെയാണ് ഇത്തവണത്തെ തീർത്ഥാടന കാലം എത്തുന്നത്. പക്ഷേ ഇതൊന്നും ബാധിക്കുന്നില്ല തീർത്ഥാടനത്തെ, ഭക്തരെ. ആദ്യ ദിനം തന്നെ നല്ല തിരക്കായിരുന്നു അല്ലേ? അനുജ, തീർച്ചയായും ശരണമന്ത്രങ്ങളോടെയാണ് മറ്റൊരു മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് തുടക്കമായത്. ശബരിമല മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി, തന്ത്രി മഹേഷ് മോഹനരുടെ നേതൃത്വത്തിൽ ശബരിമല നട തുറന്നു. ആഴിയിൽ അഗ്നി പകർന്നതോടുകൂടി മണ്ഡലകാലത്തിന് തുടക്കമായി. നിയുക്ത മേൽശാന്തിമാരായ ED പ്രസാദ് നമ്പൂതിരിയെയും MG മനു നമ്പൂതിരിയെയും ശബരിമല മേൽശാന്തി 18ാം പടിയിൽ നിന്ന് ആനയിച്ച് ശ്രീകോവിലേക്ക് കൊണ്ടുപോയി. അല്പസമയത്തിനകം നിയുക്ത മേൽശാന്തിമാരുടെ അഭിഷേക ചടങ്ങുകൾ നടക്കും. ശബരിമല മേൽശാന്തിയായി ED പ്രസാദിന്റെ അഭിഷേക ചടങ്ങുകൾ ശബരിമല ശ്രീകോവിലിന് മുന്നിലാണ് നടക്കുന്നത്. ക്ഷേത്ര തന്ത്രിയാണ് ഈ അഭിഷേക ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കുന്നത്. ശബരിമല ഒപ്പം മാളികപ്പുറം മേൽശാന്തിയുടെ അഭിഷേക ചടങ്ങുകൾ മാളികപ്പുറം ദേവീക്ഷേത്രത്തിലും നടക്കും. അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ വിവാദങ്ങളൊക്കെ തന്നെ ഒരു വശത്തുണ്ടെങ്കിലും അതൊന്നും തന്നെ ശബരിമല തീർത്ഥാടനത്തെ ബാധിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. അത്രത്തോളം തീർത്ഥാടകരുടെ തിരക്ക് ആദ്യ ദിവസം തന്നെ ശബരിമലയിൽ ഉണ്ട്. 70,000-ഓളം തീർത്ഥാടകർ വിർച്വൽ ക്യൂ വഴി ശബരിമലയിൽ എത്തും. 20,000 തീർത്ഥാടകർക്കാണ് സ്പോട്ട് ബുക്കിങ്ങിനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിരിക്കുന്നത്. അത്തരത്തിൽ വലിയ ഭക്തി നിർഭരമായ തീർത്ഥാടന കാലത്തിലാണ് ശബരിമല സന്നിധാനത്ത് തുടക്കം കുറിച്ചിരിക്കുന്നത്. നാളെ പുലർച്ചെ 3 മണിക്കാണ് ശബരിമല നട തുറക്കുന്നത്. പുതിയ മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരിയാണ് നാളെ പുലർച്ചെ ശബരിമല നട തുറക്കുന്നത്. ഒരു വർഷത്തെ നിയോഗം പൂർത്തിയാക്കി ഇന്ന് രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷം ഹരിവരാസനത്തോടുകൂടി നിലവിലെ മേൽശാന്തി
മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി 18-ാം പടി ഇറങ്ങും. ഈ വരുന്ന മണ്ഡല മകരവിളക്ക് ഈ നടക്കാൻ വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ എല്ലാ ഒരുക്കങ്ങളും ശബരിമലയിൽ പൂർത്തിയായിട്ടുണ്ട്. ഭക്തരുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയുള്ള മണ്ഡല മകരവിളക്ക് തീർത്ഥാടനമായിരിക്കും എന്നതാണ് നിലവിലെ ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നത്. പുതിയ ദേവസ്വം ബോർഡ് ഭരണസമിതി അധികാരമേറ്റെടുത്ത മണ്ഡലകാലത്തിന് തുടക്കമാകുന്നു. ശബരിമല നട തുറന്നു. സന്നിധാനത്തുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് MG പ്രതീഷ് നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ശാസ്ത്രീയ പരിശോധനയ്ക്കായി പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്തെത്തി. നാളെ ദ്വാരപാലക പാളികളിൽ ശാസ്ത്രീയ പരിശോധന നടത്തും. മുൻ ദേവസ്വം പ്രസിഡന്റ് A. പത്മകുമാറിനെ ഉടൻ കസ്റ്റഡിയിൽ എടുക്കില്ല എന്നാണ് സൂചന. ഇന്ന് രാവിലെയാണ് SP ശശിധരന്റെ നേതൃത്വത്തിൽ SIT സന്നിധാനത്തെത്തിയത്. കൂടിയാലോചനകൾക്ക് ശേഷം സന്നിധാനത്തെ പരിശോധന ഏത് തരത്തിൽ വേണമെന്നതിൽ തീരുമാനമെടുക്കും. നാളെ ഉച്ചപൂജയ്ക്ക് ശേഷമാണ് ദ്വാരപാലക പാളികളിലും കട്ടിലപ്പാളികളിലും ശാസ്ത്രീയ പരിശോധന നടത്താൻ ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി കണ്ടെത്താൻ ദ്വാരപാലക ശില്പങ്ങളിലെ അടക്കം സ്വർണ്ണപ്പാളികൾ ഇളക്കി പരിശോധിക്കും. രാസപരിശോധനയ്ക്ക് വിധേയമാക്കാൻ 1 സെന്റിമീറ്റർ വ്യാപ്തിയിൽ സ്വർണം ശേഖരിക്കും. SIT സംഘത്തിനൊപ്പം ശാസ്ത്രീയ പരിശോധനാ വിദഗ്ധരും സ്മിത്ത് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമുണ്ട്. അതേസമയം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിനെ SIT ഉടൻ കസ്റ്റഡിയിലെടുത്തേക്കില്ല. ശബരിമലയിലെ ശാസ്ത്രീയ പരിശോധന പൂർത്തിയാക്കി SP ശശിധരൻ തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയ ശേഷമാകും ഇക്കാര്യത്തിൽ തുടർ നടപടിയുണ്ടാകുക. കേസിൽ അറസ്റ്റിലായ N. വാസുവിനെ ഇതുവരെയും കസ്റ്റഡിയിൽ വാങ്ങിയിട്ടില്ല. വാസുവിന്റെ പങ്കിനെക്കുറിച്ച് കൂടുതൽ തെളിവുകൾ അന്വേഷണ സംഘം ശേഖരിക്കുകയാണ്. ഇത് പരിശോധിച്ച ശേഷമാകും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ നൽകുക. 24 പത്തനംതിട്ട. കൊല്ലം നഗരഹൃദയത്തിൽ ആഭിചാര കേന്ദ്രത്തിന്റെ മറവിൽ തട്ടിപ്പ് നടത്തിയ ഷിനുസ്വാമി എന്ന ഷിനു മുരളീധരനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ. കൊല്ലം മയ്യനാട് നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്ത ശേഷം ഷിനു നാടുവിടുകയായിരുന്നുവെന്ന് ഒപ്പമുണ്ടായിരുന്ന ട്രാൻസ്ജെൻഡർ യുവതി 24-നോട് പറഞ്ഞു. സ്വകാര്യ ബസ് ഡ്രൈവറിൽ നിന്ന് മന്ത്രവാദിയിലേക്കുള്ള ഷിനു മുരളീധരന്റെ വളർച്ച വളരെ വേഗത്തിലായിരുന്നു. കൊല്ലം കൊട്ടിയം റൂട്ടിൽ ബസ്സോടിക്കുകയും പിന്നീട് ഡ്രൈവിംഗ് പരിശീലകനായി മാറുകയും ചെയ്ത ഷിനു മുരളീധരൻ എന്ന അപ്പു കാക്കി ഊരിവെച്ച് കാക്ഷായമെടുത്തത് പണം സമ്പാദിക്കാനും സ്ത്രീകളെ വശത്താക്കാനുമാണ്. ആദ്യ ഭാര്യയുമായി വിവാഹബന്ധം വേർപെടുത്തിയ ശേഷം അപ്പു എന്ന ഷിബുവിനുണ്ടായത് വഴിവിട്ട ബന്ധങ്ങൾ. മയ്യനാട് സ്വദേശിയായ ട്രാൻസ്ജെൻഡർ യുവതി വീടിനോട് ചേർന്നൊരു ആശ്രമം പണിതു. തമിഴ്നാട്ടിൽ നിന്ന് വിഗ്രഹവും ഷിനു വാങ്ങി ഇവിടെ എത്തിച്ചു പ്രതിഷ്ഠിച്ചു. പിന്നീടാണ് ആഭിചാരങ്ങളിലേക്ക് കടന്നത്. ആടുമാടുകളെ അടക്കം ഇവിടെ കുരുതി ചെയ്തു. ആ രക്തക്കറ തന്റെ ശരീരത്തിൽ ഷിനു ഒഴിക്കുമായിരുന്നു. കുരുതിയുടെ ഭാഗമായിട്ട് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളും എൻ്റെ കുടുംബക്കാരും എല്ലാം ഇതിനെ എതിർത്തായിരുന്നു. 2-3 പ്രാവശ്യം അയാൾ ഇത് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇതിവിടെ ചെയ്യരുത്. അയാൾ ഈ കോഴിയെ വെച്ചിട്ട് ഇവരെ കുരുതി നടത്തിയിട്ടുണ്ടായിരുന്നു. വിവാഹ വാഗ്ദാനം നൽകുകയും 1 വർഷത്തോളം ഇരുവരും ഒരുമിച്ച് താമസിക്കുകയുമായിരുന്നു. ഇതിനിടയിൽ ട്രാൻസ്ജെൻഡറായ യുവതിയുടെ ബന്ധുവായ മറ്റൊരു യുവതിയുമായി ഷിനു കൂടുതൽ അടുത്തു. ഇതോടെ ഷിനുവും ട്രാൻസ്ജെൻഡർ യുവതിയും തമ്മിൽ അകലാൻ ഇടയായി. ഒടുവിൽ ലഭിച്ച ലക്ഷക്കണക്കിന് രൂപയുമായി ഷിനു ട്രാൻസ് യുവതിയുടെ ബന്ധുവായ സ്ത്രീക്കൊപ്പം ഒളിച്ചോടുകയായിരുന്നു. തന്നെ ഷിനു ചതിച്ചുവെന്ന് കാട്ടി ട്രാൻസ് യുവതി പോലീസിലടക്കം പരാതി നൽകിയിരുന്നു. പിന്നാലെയാണ് ഇയാൾ സ്വന്തമായി കൊല്ലത്തെ നഗരഹൃദയത്തിൽ ജ്യോതിഷാലയം എന്ന പേരിൽ തട്ടിപ്പാരംഭിച്ചത്. ലക്ഷങ്ങളായിരുന്നു ഇയാൾക്ക് ഇവിടെയും വരുമാനം. 24 കൊല്ലം. ഇനി നമ്മൾ കൽപ്പാത്തിയിലേക്ക് പോകുന്നു. രഥോത്സവത്തോടനുബന്ധിച്ചുള്ള ചരിത്രപ്രസിദ്ധമായ ദേവരഥ സംഗമം അല്പസമയത്തിനകം വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിന് മുൻവശത്തുള്ള തേരുമുട്ടിയിൽ ദേവരഥങ്ങൾ മുഖാമുഖമെത്തും. 10,000-ങ്ങളാണ് മനോഹരമായ കാഴ്ചയ്ക്ക് സാക്ഷിയാകാൻ കൽപ്പാത്തിയിൽ എത്തിയിട്ടുള്ളത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആകാശ ദൃശ്യങ്ങളാണ് കാണുന്നത്. വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ്. പാലക്കാടിനെ സംബന്ധിച്ച് ഇത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ആഘോഷമാണ്, ഉത്സവമാണ്. പാലക്കാട്ട് നിന്നുള്ളവർ മാത്രമല്ല, മറ്റിടങ്ങളിൽ നിന്നൊക്കെയുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ദേവരഥ സംഗമം അല്പസമയത്തിനകം നടക്കും. വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിന് മുൻവശത്താണ് ദേവരഥങ്ങൾ സംഗമിക്കുന്നത്. തേരുമുട്ടിയിൽ ദേവരഥങ്ങൾ സംഗമിക്കും. ആ കാഴ്ചയിലേക്കാണ് നമ്മൾ തത്സമയം പോകുന്നത്. ഒട്ടേറെ പേർ രാവിലെ മുതൽ തന്നെ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ഇത് കുറച്ച് ദിവസങ്ങളായി നടക്കുന്നൊരു ആഘോഷമാണ്. ആഘോഷത്തിന് നാളെ കൊടിയിറങ്ങുകയും ചെയ്യും. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ട് എത്ര വലിയ തിരക്കാണ്. അഭൂതപൂർവമായ ജനത്തിരക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ദേവരഥ സംഗമം നടക്കും. കൽപ്പാത്തി രഥോത്സവത്തോടനുബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്, ആ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയിട്ടുള്ളതാണ് ഈ കാണുന്ന ജനസഹസ്രം.
ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വർണ്ണാഭമായ കാഴ്ചകൾ, വളരെ മനോഹരമായ കാഴ്ച. പാലക്കാട് കൽപ്പാത്തിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വിവിധ ഇടങ്ങളിൽ നിന്നുള്ള രഥങ്ങൾ, തേരുവലിക്കൽ അത് രാവിലെ തുടങ്ങിയിരുന്നു. ആ രഥങ്ങൾ സംഗമിക്കാൻ പോവുകയാണ് വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിന് മുൻവശത്തുള്ള തേരുമുട്ടിയിൽ. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്. നിഖിൽ പ്രവേശ വിവരങ്ങളുമായുണ്ട്. നിഖിൽ, അല്പസമയത്തിനകം ദേവരഥ സംഗമം നടക്കുമെന്ന് കരുതുന്നു, വിവരങ്ങൾ? അനുജ, അല്പസമയത്തെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. ഇനി ദേവരഥ സംഗമത്തിന് 4 രഥങ്ങൾ, ഇപ്പോൾ ഈ തേരുമുട്ടിയിൽ 4 രഥങ്ങൾ എത്തിയിരിക്കുന്നു. 4 രഥങ്ങൾ സംഗമിച്ചിരിക്കുന്നു. 5 രഥങ്ങൾ സംഗമിക്കുമ്പോൾ അത് ദേവരഥ സംഗമമായി. അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് ഈ വലിയ ആൾക്കൂട്ടം. ഇവരെല്ലാവരും കാത്തിരിക്കുന്നത് ആ കാഴ്ചകൾ ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എനിക്ക് കാണാൻ കഴിയുന്ന ഒരു മനോഹരമായ കാഴ്ച എന്ന് പറയുന്നത് 2 രഥങ്ങളെ അഭിമുഖമായി നിൽക്കുകയാണ്. എന്തൊരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണതല്ലേ. ആളുകൾ ഇങ്ങനെ അതിനെ തള്ളി നീക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഭാഗത്ത് കാത്തിരിക്കുന്നു. അപ്പുറത്തെ ദേവരഥ സംഗമത്തിനായുള്ളൊരു കാത്തിരിപ്പിൽ അവിടെ ഒരു 1000കണക്കിന് ആളുകൾ തടിച്ചുകൂടുന്നു. ആ കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം, അതായത് അല്പസമയം ഒരു ഇത്തിരി വൈകിട്ടുണ്ട് നമുക്ക് പറയാൻ കഴിയും. എന്നിരിക്കെ പോലെ 7 മണിക്ക് മുൻപായി തന്നെ ദേവരഥ സംഗമം ഉണ്ടാകും. അതിന് വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പിലാണ് ഇപ്പോൾ എല്ലാവരും. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന രഥം ഇവിടെ നിന്ന് നീക്കിക്കൊണ്ടു പോകുന്നത് ഭക്തിയാദരപൂർവ്വം ആളുകൾ തള്ളി നീക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ രഥം മന്ദക്കര ക്ഷേത്രത്തിൽ എത്തുന്നതോട് കൂടിയിട്ട് ഈ തേരുമുട്ടിയിൽ ദേവരഥ സംഗമത്തിനായുള്ള അവസാനവട്ട സൂചനയും ലഭിച്ചു കഴിഞ്ഞു എന്ന് വേണം അതിൽ നിന്ന് മനസ്സിലാക്കാൻ. എന്തായാലും ആളുകൾ ഇങ്ങനെ വളരെ അക്ഷമരായി ഇരുഭാഗങ്ങളിലുമായി കാത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്തവണത്തെ രഥോത്സവം എന്ന് പറയുമ്പോൾ അതിന് വലിയ പ്രത്യേകതയുണ്ട്, വളരെ വലിയ സവിശേഷതയുണ്ട്. കാരണം ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത വണ്ണമുള്ള, ഇതുവരെ നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത വണ്ണമുള്ള വലിയ ആൾക്കൂട്ടം, വലിയ ജനക്കൂട്ടം നമുക്ക് ഇത്തവണ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ തരത്തിലുള്ളൊരു ആവേശമാണ് നമുക്കിവിടെ എല്ലാവരിലും കാണാൻ കഴിയുന്നത്. ഇപ്പോൾ അടുത്തേക്ക് വന്നോളൂ. അപ്പോൾ നേരത്തെ നമ്മൾ ആർത്ത് വിളിച്ച പോലെ ഒരിക്കൽ കൂടി നമ്മുടെ പ്രേക്ഷകർ അത് ആവശ്യപ്പെടുന്നു. ഒരിക്കൽ കൂടി വിളിക്കാം നമുക്ക്. വളരെ അല്പസമയത്തിനകം കൽപ്പാത്തിയിൽ ദേവരഥ സംഗമം. വിവരങ്ങളാണ് നിഖിൽ പരമേഷ് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.